അവിടുത്തെ പേര് കേട്ട ഉത്സവമാണ് മച്ചാട് മാമാങ്കം എന്ന് പറയുന്നത്. എൻ്റെ മോൻ 22 വയസ്സ്, അവൻ പഞ്ചകർമ്മ തെറാപ്പിയാണ്. മണ്ണുത്തി എന്ന് പറയുന്ന ഒരു തൈക്കാട്ട് മൂസിലെ ഫിസിഷ്യനാണ്. അങ്ങനെ അവൻ അവിടെ ഉഴിച്ചിൽ കഴിഞ്ഞ് വന്ന് അവൻ്റെ കൂടെയുള്ള 2 കൂട്ടുകാർ വരുന്നുണ്ട് പറഞ്ഞു പൂരം കാണാൻ പോയതാണ്. രാത്രി 8:20 ആകുമ്പോൾ അവൻ്റെ വേറൊരു കൂട്ടുകാരൻ വിളിക്കുന്നു. രണ്ടുവിൽ നിന്നാണ് എൻ്റെ മോൻ്റെ പേര്. അവന് കത്തി കുത്തുകയറ്റൂന്ന്. ഒന്നിലേക്കും പോവാത്തവൻ, ഒരു വ്യക്തിയോട് പോലും ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുക പോലും ചെയ്യാത്ത എൻ്റെ മകന് 2 പ്രാവശ്യം കുത്തിയിട്ടുണ്ട്. സീരിയസ് ആണ്, മെഡിക്കൽ കോളേജ് റെഡ് സോണിലാണെന്ന്. ഞാൻ എന്തെന്ന് പറയാ, ഒന്നിനെ കുറിച്ചും നമ്മുടെ ബഹുമാന്യനായി VP ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ പരിശുദ്ധ അമ്മയെ വിശ്വസിച്ചാൽ നമുക്ക് ഒന്നിനെ കുറിച്ചും ഒരു ഭാരം ഉണ്ടാവില്ല എന്ന്. അത് അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ച എൻ്റെ മകനെ കത്തി കുത്തിയേറ്റ് അവൻ മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കണേന്ന് പറഞ്ഞിട്ട് പോലും എനിക്കൊരു ഫീലും തോന്നിയില്ല. എൻ്റെ 2 പെൺമക്കളും കരച്ചിലും ബഹളം. ഞാൻ പറഞ്ഞു എന്തിനെ, ഞാൻ ഉടമ്പടിയിലാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ, അമ്മയുടെ മടിയിലേക്ക് അമ്മയുടെ പൊന്നു തിരുകുമാരനെ മരിച്ചതിന് ശേഷമാണ് കിട്ടിയത്. എനിക്ക് മരിച്ചിട്ടല്ല, ജീവനോടെ എനിക്ക് വേണം. ഞാൻ അവിടുന്ന് സാവകാശം തന്നെ ഓട്ടോറിക്ഷ വിളിച്ച് മെഡിക്കൽ കോളേജിൽ ഞാൻ ചെല്ലുമ്പോൾ ഡോക്ടർമാരെല്ലാവരും ഭയങ്കര വെപ്രാളത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം എൻ്റെ മകൻ പോയി. ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ഞാൻ ചെന്ന സമയത്ത് അവൻ്റെ അടുത്ത് നിന്നപ്പോൾ അവനൊരു ദീർഘശ്വാസത്തോടു കൂടി അവൻ കണ്ണ് തുറന്ന് എന്നെ നോക്കി, അമ്മയെ ഞാൻ മരിക്കുമോ? ഞാൻ പറഞ്ഞു എന്നെ അല്ലേ വിളിക്കേണ്ടത്, പരിശുദ്ധ അമ്മയെ വിളിക്ക്. നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നില്ലേ, പിന്നെന്തിനാണ് പേടിക്കണത്? ഞാൻ നാളെ മരിക്കും, പക്ഷെ നിന്നെ മരിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന നിന്റെ അമ്മ നിന്റെ കൂടെയുണ്ട്. ഉടമ്പടി വസ്തുക്കളൊന്നും എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല, കാരണം ഞാനും ഉത്സവ പറമ്പെന്നാണ് അങ്ങോട്ട് പോയത്. പക്ഷെ പിറ്റേ ദിവസം എൻ്റെ മക്കളോട് ഞാൻ ഉടമ്പടി വസ്തുക്കൾ 14 സ്റ്റിച്ച് നെഞ്ഞിനകത്തും 8 സ്റ്റിച്ച് കഴുത്തിനകത്തുണ്ട്. ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു ഒരു സൂചിമനയുടെ പഴുതുണ്ടെങ്കിൽ ആ പൂരപ്പറമ്പിൽ തന്നെ എൻ്റെ മകൻ കഴുത്തറ്റ് മരിച്ചു കിടന്നേനെ, പെടഞ്ഞു കിടന്നേനെ. അതല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ശ്വാസകോശത്തിലേക്ക് ആ കൂടുപറ്റി അറ്റാക്ക് വന്ന് എൻ്റെ മോൻ മരിച്ചേനേന്ന്. പക്ഷെ എൻ്റെ മോന് ഒരു കേടും കൂടാതെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അവൻ ഇത്രയും വലിയ സ്റ്റിച്ച് എല്ലാം ഉണങ്ങി എൻ്റെ മോൻ ഇന്ന് ആരോഗ്യത്തോടു കൂടെ എൻ്റെ വീട്ടിലിരിക്കുന്നു.